السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. ما بعد. റൗളത്തുൽ ഇൽമിലെ ബഹുമാനരായ പണ്ഡിതന്മാരെ, ജംഉം ഖസ്റും പാർട്ട് 12. ജമ്മിൻ്റെയും ഖസ്റിൻ്റെയും രണ്ടിനും കൂടിയുള്ള പൊതുവായ നിയമങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യാത്ര അവസാനിക്കൽ ഏത് നിലക്കാണ് സംഭവിക്കുക എന്നതിനെ സംബന്ധിച്ചാണല്ലോ പറഞ്ഞത്. ഇനി ഒരാൾ താൻ പ്രതീക്ഷിക്കുന്ന തൻ്റെ ഒരാവശ്യം പൂർത്തീകരിക്കപ്പെട്ടാൽ ഉടൻ മടങ്ങുമെന്ന നിലക്ക് ഒരിടത്ത് താമസിക്കുകയാണെങ്കിൽ അവിടെ എത്ര ദിവസം അവന് ഈ ജംഉ ഖസ്റു പറ്റും? അവൻ യാത്ര പോയി വലൗ അഖാമ ബി ബലദിൻ ഔ ഖറിയത്തിൻ, അവനൊരു നാട്ടിലോ ഒരു ഗ്രാമത്തിലോ താമസിച്ചു. ബലദ് മസലൻ അതാണ് ഖറിയ, അല്ലെങ്കിൽ ബിനിയ്യത്തി അൻ യർഹല ഇദാ ഹസലത്ത് ഹാജത്തുൻ യതവഖഉഹാ കുല്ല വഖത്തിൻ, ഏത് സമയത്തും അവൻ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അവൻ്റെ ഒരു ആവശ്യം അത് കരസ്ഥമായാൽ അവൻ ഉടൻ യാത്ര തിരിക്കും, അവിടെ നിന്ന് വാഹനം കയറും എന്ന നിയ്യത്തിലാണ്, ഉദ്ദേശത്തിലാണ് അവിടെ താമസിക്കുന്നത്. യഅനി ഖബ്ല മുളിയ്യി അർബഅത്തി അയ്യാമിൻ സിഹാഹിൻ, ഏത് സമയത്തും എന്ന് പറഞ്ഞാൽ ശരിയായ പൂർണ്ണമായ ഒരു 4 ദിവസം കഴിയുന്നതിൻ്റെ മുമ്പായി കരസ്ഥമാകും എന്നാണ് ഉദ്ദേശം. കുല്ലവക്കത്തിൽ എന്ന് പറഞ്ഞാൽ യഅനി മുദ്ദത്തൻ ലാ തഖ്തഉ സഫ്ര, യാത്രയെ മുറിക്കാത്ത ഒരു കാലയളവ്. യാത്ര തുടങ്ങി ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെ 4 ദിവസം താമസിക്കുകയാണെങ്കിൽ യാത്ര മുറിയലോ. അപ്പോൾ അങ്ങനെ യാത്രയെ മുറിക്കുന്ന ഒരു കാലയളവ് അല്ല. കയൗമിൻ ഔ യൗമൈനി ഔ സലാസത്തിൻ, ഒരു ദിവസമോ 2 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസമോ, ഇത്രയൊക്കെ സമയത്തിൻ്റെ ഉള്ളിൽ തൻ്റെ ആവശ്യം കരസ്ഥമാകും എന്ന പ്രതീക്ഷയാണ്. വലൈസൽ മുറാദു കുല്ല ലഹളത്തിൻ, ഓരോ സെക്കൻഡിലും എന്നർത്ഥത്തിലല്ല. ഇങ്ങനെ ഒരു 4 ദിവസം കഴിയുന്നതിൻ്റെ മുമ്പായി തൻ്റെ ആവശ്യം കരസ്ഥമാകും, കരസ്ഥമായാൽ അങ്ങനെ പ്രതീക്ഷയുണ്ട്, കരസ്ഥമായാൽ അവൻ അവിടെ നിന്ന് ഉടൻ വാഹനം കയറും എന്ന നിയ്യത്തിലാണ് താമസിക്കുന്നതെങ്കിൽ. വമിൻ ദാലിക ഇന്തിളാറു റീഹി ലി മുസാഫിരിൽ ബഹരി, ഈ പറഞ്ഞ ഏത് സമയത്തും അവൻ ഉദ്ദേശിക്കുന്ന ഒരു ആവശ്യം കരസ്ഥമാകും എന്ന് പറഞ്ഞതിൽ പെടും. ഒരു ബഹറിലൂടെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി, അവൻ ഒരിടത്ത് നിൽക്കുകയാണ്, അതായത് ഔ ഹബസഹു റീഹു ബി മൗളിഇൻ ഫിൽ ബഹരി, കാറ്റ് അവനെ കടലിലുള്ള ഒരു സ്ഥലത്ത് തടഞ്ഞു വെച്ചു. അപ്പോൾ ഈ കാറ്റ് ഏതു സമയത്തും ഒതുങ്ങിയാൽ ഉടനെ അവിടെ നിന്ന് യാത്ര തിരിക്കും. യാത്ര തിരിക്കുന്നതാണ്, യാത്ര തിരിച്ചു പോരും, അതല്ലെങ്കിൽ അവൻ അവിടുന്ന് വാഹനം കയറും, യാത്ര തുടങ്ങും. അതുപോലെ ഖുറൂജു റഫഖത്തി, കൂട്ടുകാർ സ്നേഹിതന്മാർ പുറപ്പെടുക. ലിമൻ യുരീദു സഫറ മഅഹും, അവരോടുകൂടെ യാത്ര ഉദ്ദേശിക്കുന്ന ഒരാളാണ്. ഇൻ ഖറജു, അവർ പുറപ്പെട്ട അവരോടുകൂടെ യാത്ര പോകണമെന്ന് ഉദ്ദേശിക്കുന്ന ആള്, അവൻ അവൻ്റെ കൂട്ടുകാർ പുറപ്പെടലിനെ പ്രതീക്ഷിക്കുക. ഇല്ല, അവർ പുറപ്പെടുന്നില്ലെങ്കിൽ ഫവഹദഹു, അവൻ ഏകനായിട്ട് പുറപ്പെടുക എന്നുള്ളതാണ് അവൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ വിധം ഏത് സമയത്തും അവനക്ക് അവിടെ നിന്ന് പുറപ്പെടാം എന്ന നിലക്ക്
ഒരു ആവശ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഖസറ, യഅനി തറഹസ, അവൻ യാത്രയുടെ ഇളവുകൾ അവനക്ക് നിർവഹിക്കാവുന്നതാണ്, അവനക്ക് ലഭിക്കുന്നതാണ്. സമാനിയത ആശറ യൗമൻ, ഇവിടെ ഖസറ എന്നുള്ളതിന് തറഹസ എന്നാണ് അർത്ഥം കൊടുത്തത്. ഇതിൽ മങ്കൂലുൽ മുഅ്തമദു അന്നലഹു സായിറ റുഹസി സഫരി, ഖസറു മാത്രമല്ല, പ്രബലമായ വീക്ഷണം അനുസരിച്ച് അവനക്ക് യാത്രയുടെ എല്ലാ ഇളവുകളും പറ്റും എന്നാണ്. അപ്പോൾ ഇവിടെ ഖസറ എന്ന് പറഞ്ഞാൽ ഖസറാക്കാം എന്ന് മാത്രമല്ല, യാത്രയിൽ അവൻക്ക് ലഭിക്കുന്ന ഇളവുകൾ ജംഅ് പോലെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ അവൻക്കാകാവുന്നതാണ്. ജുമുഅ ഒഴിവാക്കാം എന്ന് പറയുന്ന ആ കാര്യങ്ങളൊക്കെ. എത്ര ദിവസം? സമാനിയത്ത അശറ യൗമൻ കാമിലത്തൻ, പൂർണ്ണമായ 18 ദിവസം അവനക്ക് ഈ യാത്രയുടെ ഇളവുകൾ ലഭിക്കും. ഗൈറ യൗമഇദ്ദുഖൂലി വൽ ഖുറൂജി, അവൻ പ്രവേശിച്ചതും അവിടെ നിന്ന് പുറപ്പെടുന്നതുമായ ആ ദിവസം ഒഴിച്ച് ബാക്കി 12 ദിവസം. ലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഖാമഹ ബഅദ ഫത്ഹി മക്കത്ത, റസൂലുള്ള മക്കയിൽ താമസിച്ചു മക്കം ഫത്ഹിന്റെ ശേഷം. ലിഹർബി ഹവാസിന, ഹവാസിൻ ഗോത്രക്കാരോടുള്ള യുദ്ധത്തിനു വേണ്ടി. യഖ്സുറു സ്വലാത്ത, അങ്ങനെ അവിടെ താമസിക്കുമ്പോഴൊക്കെ റസൂലുള്ള നമസ്കാരം ഖസറാക്കുന്നുണ്ടായിരുന്നു. ഹസനഹു തുർമദി, ഈ ഹദീസ് ഹസനാണെന്ന് ഇമാം തുർമദി വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ 18 ദിവസം ഇങ്ങനത്തെ ആളുകൾക്ക് ഖസറും ജമ്മും മറ്റു യാത്രയുടെ ഇളവുകളൊക്കെ പറ്റുന്നതാണ്. വഖീല, മറ്റൊരു വീക്ഷണം, അർബഅത്തൻ 4 ദിവസം. ലാ അസിയത അലൈഹ, 4നേക്കാൾ അധികം പറ്റൂല എന്നാണ് ഒരു വീക്ഷണമുള്ളത്. വഫീ ഖൗലിൻ, വേറൊരു ഖൗലിലുണ്ട്, അബദൻ, അവനക്ക് അവിടെ എത്ര താമസിക്കുകയാണെങ്കിലും 18-ലപ്പുറം എത്ര താമസിക്കുകയാണെങ്കിലും പറ്റും. അബദ് എന്ന് പറഞ്ഞാൽ കാലാകാലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം അതാണ്. ഐ ബി ഹസ്ബിൽ ഹാജത്തി എന്നർത്ഥം. അബദ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ആവശ്യത്തിൻ്റെ ആ കണക്കനുസരിച്ച് എത്ര താമസിക്കുന്നുണ്ടോ അത്രയും ദിവസമൊക്കെ പറ്റും. ലിഅന്നല്ലാഹിറ അന്നഹു ലൗ സാദത്ത് ഹാജത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ മേൽപ്പറഞ്ഞ ഹദീസിൻ്റെ ലാഹിർ, റസൂലുള്ളാഹിൻ്റെ ആവശ്യം അവിടെ അധികമായിരുന്നു, അലസമാനിയത്തെ ആശറ, 12 ദിവസത്തിനേക്കാൾ അധികമായിരുന്നുവെങ്കിൽ ലഖസറ ഫിസ്സാഇദി ഐളൻ, അവിടെ അധികമുള്ള ദിവസത്തിലും റസൂലുള്ളാഹ് ഖസറാക്കുമായിരുന്നു എന്നതാണ്. ആ റസൂലുള്ളാഹ് അവിടെ താമസിച്ചപ്പോൾ, ഹവാസിൻ ഗോത്രക്കാരുടെ യുദ്ധത്തിന് വേണ്ടി മക്കം ഫത്തിന് ശേഷം താമസിച്ചപ്പോൾ 18 ദിവസം റസൂലുള്ളാഹ് ഖസറാക്കി എന്നൊക്കെ പറഞ്ഞാൽ, അവിടെ ഖസറാക്കി എന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ അവിടെ റസൂലുള്ളാഹിക്ക് 12 ദിവസത്തിലപ്പുറം വേണ്ടി വന്നാൽ അവിടെ ഖസറാക്കുമായിരുന്നു എന്നതാണ് അതിൻ്റെ ലാഹിർ. അപ്പോൾ അതനുസരിച്ച് കൊണ്ട് ഓൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഓർക്ക് ഖസറും ജമ്മുമൊക്കെ നിർവഹിക്കാവുന്നതാണ് എന്നാണ്. ഇവിടെ മുഗ്നി 1490, മഹല്ലി 1258, തുഹ്ഫ 2377, 78, ജമല് ഷറഫുൽ മൻഹജ് 1595, ജമൽ സഹിതം, ബുജൈരിമി, അതുപോലെ തന്നെ ഷർവാനി 2377 എന്നിവയിലൊക്കെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. വലോ അലിമ ബഖഅഹ ഐ ഹാജതഹു, ഒരാൾ തൻ്റെ ആവശ്യം അവശേഷിക്കുമെന്ന് അറിഞ്ഞു. ഔ ഉക്കിലിഹ വ അലിമ ബഖഅ ഇക്റാഹിഹി കമാ ഹുവ ളാഹിർ, അതല്ലെങ്കിൽ അവനെ ഭീഷണിപ്പെടുത്തപ്പെട്ടു, ഓന് ആ ഭീഷണി
അവശേഷിക്കും എന്ന് നമുക്കറിയാം. എത്ര കാലം? മുദ്ദത്തൻ ത്വവീലത്തൻ, ദീർഘമായ ഒരു കാലം ഓൻ്റെ ആവശ്യം അവശേഷിക്കും, അതല്ലെങ്കിൽ ഓനെ അവിടെ ഭീഷണിപ്പെടുത്തി നിർത്തിയത് അവശേഷിക്കും എന്ന് അവനക്ക് ബോധ്യമായാൽ, ദീർഘമായ കാലയളവ് എന്ന് പറഞ്ഞാൽ ബിയാൻ സാദത്ത് അല അർബഅത്തി അയ്യാമിൻ സിഹാഹിൻ, പൂർണ്ണമായ ശരിയായ 4 ദിവസത്തിനേക്കാണ് അധികമാകുക എന്നാണല്ലോ. 4 ദിവസം താമസിച്ച യാത്ര മുറിയില്ലേ. അപ്പം അതിനേക്കാണ് അധികമായ രീതിയിൽ അവൻ്റെ ആവശ്യം അവശേഷിക്കും, അപ്പോൾ കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് നമുക്ക് അരിമാന്നാണ് പൂർണ്ണമായ ബോധ്യം വന്നു. എന്നാൽ ഫല ഖസ്റ എന്ന് പറഞ്ഞാൽ ഇല തറഹുസ ലഹു, അവനക്ക് യാത്രയുടെ ഇളവുകളില്ല, ബി ഖസ്രിൻ വലാ ഗൈരിഹി, ഖസ്റാക്കിക്കൊണ്ടും അല്ലാത്തത് കൊണ്ടുള്ള ഇളവ് അവനക്കില്ല, അലൽ മദ്ഹബി, പ്രബല വീക്ഷണം അനുസരിച്ച്. കാരണം ലി ബുഅദിഹി അൻ ഹൈഅത്തിൽ മുസാഫിരീന, യാത്രക്കാരുടെ ആ കോലത്തിനെ തൊട്ട് അവൻ വിദൂരത്താണുള്ളത്, ഒപ്പം മുസാഫിറല്ല. ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ തുഹ്ഫ 2-378. ജമ്മിനും ഖസ്റിനും ഉള്ള പൊതുവായ നിബന്ധനകളിൽ 5-മത്തേത്, ജമ്മും ഖസ്റും അനുവദനീയമാണെന്നും അവയുടെ നിയമങ്ങളും അറിഞ്ഞിരിക്കണം. ജമ്മും ഖസ്റും അനുവദനീയമാണെന്ന് അറിയണം, അതോടൊപ്പം അവയുടെ നിയമങ്ങളും അറിഞ്ഞിരിക്കണം. ശുറൂത്തുൽ ഖസ്രി വ നഹ്വിഹി മിനൽ ജംഇ, ഖസ്റിൻ്റെയും ഷർത്തുകൾ, അതുപോലെയുള്ള ഖസ്ർ പോലത്തതിൻ്റെ ഷർത്തുകൾ, പോലത്തിന് ഉദ്ദേശിക്കുന്നത് മിനൽ ജംഇ, ഫയുസ്തർതു ഫീഹി അൽ ഇൽമു ബി ജവാസിഹി. അപ്പോൾ ഈ ജംഉ അനുവദനീയമാണെന്ന് അറിയണം, അതുപോലെ അൽ ഇൽമു ബി ജവാസിഹി, ഖസ്ർ അനുവദനീയമാണ് എന്നറിയണം. ഫലൗ ഖസറ ഔ ജമഅ ജാഹിലൻ ബി ജവാസി ദാലിക, അപ്പോൾ ഖസ്ർ ജംഉ അനുവദനീയമാണെന്ന് അറിയാതെ ഒരാൾ ജംഉ ഖസ്റോ ആക്കി കഴിഞ്ഞാൽ ലം യസിഹ, അവൻ്റെ ആ ഖസ്ർ അതല്ലെങ്കിൽ ആ ജംഉ ശരിയാവുകയില്ല. ലി തലാഉബിഹി, ഇതിനെ സംബന്ധിച്ചൊന്നും അറിയാത്ത ഒരാൾ അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു തമാശയാണ്. അതുകൊണ്ട് തന്നെ ഷറഹു ബാഫദിൽ കുർദി സഹിതം 2-49. ഷുറൂത്തുൽ ഖസ്രി, ഖസ്റിൻ്റെ ഷർത്തുകൾ അറിയണം. വൽ ഇൽമു ബിൽ കൈഫിയത്തി, അതിൻ്റെ രൂപം അറിയണം, ഖസ്റിൻ്റെയും ജമ്മിൻ്റെയൊക്കെ. വ ഇൽമും ബി ജവാസിഹി അൽ ഖസ്രി, ഫലോ ഖസറ ജാഹിലുൻ ബിഹി ലം തസിഹ സലാത്തുഹു ലി തലാഉബിഹി, ഖസ്ർ കൊണ്ട് അറിയാതെ, അങ്ങനെ വിഷയം അറിയാതെ ഖസ്റാക്കി കഴിഞ്ഞാൽ നിസ്കാരം സഹീഹ് അല്ല. ഇപ്പം മുസാഫിറിന് ഖസ്ർ ജായിസാണെന്ന കാര്യം ഓനക്കറിയില്ല, അതല്ലെങ്കിൽ ജംഉ അനുവദനീയമാണെന്ന കാര്യം അറിയില്ല. അങ്ങനെയുള്ള സമയത്ത് അവ ചെയ്താൽ സഹീഹാവുകയില്ല. ഫലോ റഅന്നാസ യഖ്സുറൂന, അപ്പോൾ ജനങ്ങൾ ഖസ്റാക്കുന്നത് ഓൻ കണ്ടു. ഫ ഖസറ മഅഹും ജാഹിലൻ, ഓല കൂടെ ഓനാണ് ഖസ്റാക്കി. ഓല 2 റക്അത്ത് നിസ്കരിക്കാൻ കണ്ടപ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചു. ജാഹിലൻ, ഓനക്കറിയില്ല അത് നിസ്കാരം ഖസ്റാക്കാണ്, അങ്ങനെ വിഷയമാണ്, ഇതൊന്നും അറിയില്ല. ലം തസിഹ സലാത്തുഹു, ഓന നിസ്കാരം സഹീഹ് അല്ല. കമാ ഫി റൗളത്തി വ അസ്ലിഹ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വൽ ഇൽമു ബി ജവാസിഹി ഖൽ ഖസ്രി, ജംഉ അനുവദനീയമാണെന്നത് കൊണ്ട് അവൻ അറിയണം, ഖസ്ർ പോലെ തന്നെ അതും അനുവദനീയമാണെന്ന കാര്യം അറിയണം, അതിൻ്റെ ഷർത്തുകളും അറിയണം. ജമൽ 1-599, കല്ലൂബി 1-259, ജമൽ 1-607, അതുപോലെ ബാജൂരി 1-218, ബിറിയ 70.